ഹായ്, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതിൻ്റെ മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ ഇംഗ്ലണ്ടിനെ 69 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. കളിയുടെ തുടക്കം മുതലേ ഇന്ത്യയുടെ ആധിപത്യം കാണാൻ സാധിക്കുമായിരുന്നു. വളരെ നല്ലൊരു സ്കോർ, ആ ഒരു ഗ്രൗണ്ടിൽ മികച്ച ഒരു സ്കോർ നേടിക്കൊണ്ടാണ് ഇന്ത്യ അവരുടെ ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. എന്നാൽ തുടർന്ന് വന്ന ബൗളേഴ്സ് അവരുടെ ആധിപത്യം വളരെ തുടക്കം മുതൽ സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ ഒരു കളി വിജയിച്ചത്. കളിയുടെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ടോസ് ലഭിക്കുകയും ബട്ട്ലർ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയുമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിന് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിനായിട്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെയാണ് ഇറങ്ങിയത്. എന്നാൽ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും തുടക്കത്തിൽ നല്ലൊരു സ്റ്റാൻഡ് കിട്ടിയെങ്കിലും വിരാട് കോഹ്ലിക്ക് ഒരു ബോൾ അപ്രതീക്ഷിത ഒരു ബൗൺസ് കുറഞ്ഞു വന്നൊരു ബോളിൽ വിരാട് കോഹ്ലി ഔട്ടാവുകയായിരുന്നു. ടോപ്പിലേക്കായിരുന്നു വിക്കറ്റ് കിട്ടിയത്. അതിനുശേഷം ഇറങ്ങിയ പന്തിനും പിച്ചിൽ പിടിച്ചു നിൽക്കാനായില്ല എന്നുള്ളത് വളരെ വിഷമമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മയ്ക്ക് വളരെ ശക്തമായ സപ്പോർട്ട് കൊടുത്തു തന്നെ നിൽക്കുകയുണ്ടായി. എന്നാൽ ഇടയ്ക്ക് വെച്ച് മഴ ഒന്ന് കളി മുടക്കിയെങ്കിലും വീണ്ടും തിരിച്ച് അവർ ഇറങ്ങി ബാറ്റിംഗ് ആരംഭിക്കുകയായിരുന്നു. രോഹിത് ശർമ്മ ആ സമയം 37 റൺസിലാണ് നിന്നിരുന്നത്. എന്നാൽ രോഹിത് ശർമ്മ 39 ബോളിൽ 57 റൺസ് എടുത്തുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ആദിൽ റഷീദിൻ്റെ പന്തിൽ രോഹിത് ശർമ്മ ബൗൾഡ് ആവുകയായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവിന് വളരെ മികച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് നടത്താൻ സാധിച്ചത്. സൂര്യകുമാർ യാദവ് തുടർന്ന് 36 പന്തിൽ 47 റൺസ് എടുത്ത് ഔട്ടാവുകയും ജഡേജ വരികയാണ് ചെയ്തത്. ജഡേജയും ആദ്യം വളരെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് ചെയ്തത്. അധികം അറ്റാക്കിംഗ് ഷോട്ട്സ് ഒന്നും ജഡേജ ആദ്യം കളിച്ചിരുന്നില്ല. എന്നാൽ ഹാർദിക് പാണ്ഡ്യ 2 സിക്സ് അടിച്ചു. മൂന്നാമത്തെ പന്തും അതേ രീതിയിൽ അടിച്ച് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ ഔട്ടായത്. ഈ 13 ബോളിൽ 23 റൺസ് എടുക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചിരുന്നു. ആ സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് റൺസാണ്, കാരണം ഓവറുകൾ കഴിയാറായ ഒരു സമയമായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ക്രിസ് ജോർദാന് വിക്കറ്റ് നൽകി ഔട്ടാവുകയുണ്ടായി. എന്നാൽ ശിവൻ ദുബെ എല്ലാവരെയും വീണ്ടും വിഷമിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു റൺസ് പോലും എടുക്കാതെ എഡ്ജിൽ ഒരു ക്യാച്ച് എടുത്ത് ബട്ട്ലറിന് ക്യാച്ച് നൽകിക്കൊണ്ട് ക്രിസ് ജോർദാൻ്റെ നെക്സ്റ്റ് പന്തിൽ തന്നെ ദുബൈയും ഔട്ടാവുകയായിരുന്നു. തുടർന്ന് ഇറങ്ങിയ അക്സർ പട്ടേൽ ഒരു അറ്റാക്കിംഗ് ഷോട്ട്സാണ് കളിക്കുന്നത് കണ്ടത്. 6 ഉൾപ്പെടെ അടിച്ചുകൊണ്ട് 6 പന്തിൽ 10 റൺസ് എടുത്ത് അക്സർ പട്ടേലിൻ്റെ മികച്ചൊരു പ്രകടനമായിരുന്നു. എന്നാൽ അക്സർ പട്ടേലും സെക്കൻഡ് ലാസ്റ്റ് പന്തിൽ ഔട്ടാവുകയായിരുന്നു. ലാസ്റ്റ് പന്തിൽ ഇറങ്ങിയ ഹർഷീപ് സിംഗ് 1 റൺസ് എടുത്ത് ഒരു പന്തിൽ 1 റൺസ് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 171 റൺസ് എടുക്കുകയാണ്. 171 റൺസാണ് എടുത്തത്. ആവറേജ് അവിടുത്തെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആവറേജ് സ്കോറിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലായിട്ടാണ് റൺസ് ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ വിജയം സുനിശ്ചിതമായിരുന്നു. ഇന്ത്യ അവരുടെ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്ലി ഒരു വിക്കറ്റ് എടുക്കുകയും ആർച്ചർ ഒരു വിക്കറ്റ് എടുക്കുകയും സാം കുറൻ ഒരു വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ആദിൽ റഷീദ് ഒരു വിക്കറ്റ് എടുത്തു. പിന്നെ ക്രിസ് ജോർദാൻ 3 വിക്കറ്റ് എടുത്തു. ലിവിങ്സ്റ്റണിന് വിക്കറ്റൊന്നും ലഭിച്ചില്ല. എന്നാൽ എല്ലാ ബൗളേഴ്സിനും അത്യാവശ്യം വലിയ രീതിയിൽ ആർക്കും ടൈറ്റായിട്ട് ബൗൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പി സോൾട്ടും ബട്ട്ലറും കൂടിയാണ് ആദ്യം ഓപ്പണിങ്ങിന് ഇറങ്ങിയത്. അതിൽ ഫസ്റ്റ് നമ്മുടെ ഹർഷീപ് സിംഗും അതിനുശേഷം ബുംറയും എറിഞ്ഞെങ്കിലും അവരുടെ ബട്ട്ലർ വളരെ നല്ല രീതിയിൽ അവരെ ബാറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ രോഹിത് ശർമ്മയുടെ വളരെ തന്ത്രപരമായ ഒരു നീക്കം എന്ന് പറയാം. 4ാമത്തെ ഓവർ അക്സർ പട്ടേലിന് കൊടുക്കുകയുണ്ടായി. എന്നാൽ അക്സർ പട്ടേലിൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ബട്ട്ലർ ഔട്ടാവുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നെ അങ്ങോട്ട് വളരെ എളുപ്പത്തിൽ ഓരോരുത്തരുടെയും വിക്കറ്റ് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ബട്ട്ലറും ബ്രൂക്കും മാത്രമാണ് ഇവരുടെ ബാറ്റിംഗ് നിലയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ ബുംറയുടെ ഓവറിൽ തന്നെ പി സോൾട്ട് ഔട്ടാവുകയുണ്ടായി. മൊയിൻ അലി എടുത്തത് 8 റൺസാണ്. ബാരിസ്റ്റോ റണ്ണൊന്നും എടുക്കാതെ അക്സർ പട്ടേലിന് വിക്കറ്റ് നൽകി ഔട്ടാവുകയായി. മൊയിൻ അലിയും അക്സർ പട്ടേലിന് തന്നെയാണ് വിക്കറ്റ് നൽകിയത്. ബ്രൂക്ക് കുൽദീപ് യാദവിന് വിക്കറ്റ് ബൗൾഡ് ആവുകയാണ് ചെയ്തത്. 19 പന്തിൽ 25 റൺസ് എടുത്തിരുന്നു. എന്നാൽ സാം കുറൻ 2 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. ലിവിങ്സ്റ്റൺ 11 റൺസ്. അതുപോലെ തന്നെ ക്രിസ് ജോർദാൻ 1 റൺസ്. ആർച്ചർ ആണ് പിന്നെ കളിച്ചത്. ആർച്ചർ 15 പന്തിൽ 21 റൺസ് എടുത്ത് ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് നടത്തി എന്ന് തന്നെ പറയാം. അബ്ദുൾ റഷീദ് 2 റൺസും ടോപ്ലി 3 റൺസും എടുത്താണ് നിന്നത്.
അങ്ങനെ ഈ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് പട 103 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു രംഗമാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ബുംറയുടെയും അക്സർ പട്ടേലിൻ്റെയും കുൽദീപിൻ്റെയും ഒരു തേരോട്ടം തന്നെയായിരുന്നു ബൗളിങ്ങിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത്. കാരണം ആരും തന്നെ വലിയ റൺസൊന്നും കൊടുത്തിട്ടില്ല. 2.4 ഓവറിൽ 12 റൺസ് മാത്രം നൽകി 2 വിക്കറ്റ് എടുത്തു ബുംറയും. അക്സർ പട്ടേൽ 4 ഓവറിൽ 23 റൺസ് നൽകി 3 വിക്കറ്റ് എടുക്കുകയും 4 ഓവറിൽ 19 റൺസ് മാത്രം നൽകി 3 വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവ് വളരെ മികച്ച ഫോമിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഒരു വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ട് ബൗളേഴ്സും ബാറ്റ്സ്മാൻമാരും ഒരേപോലെ പോരാടി. ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഒരു ടോട്ടൽ ഹൈലൈറ്റ് സ്കോറാണ്. ഇന്ത്യ അങ്ങനെ 68 റൺസിന് വിജയിക്കുകയുണ്ടായി. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും അക്സർ പട്ടേലും കുൽദീപ് യാദവും ബുംറയൊക്കെ തന്നെയാണ് വളരെ നല്ല രീതിയിൽ ബാറ്റും ബൗളും ചെയ്ത് ഇന്ത്യ വിജയിപ്പിച്ചത്. അങ്ങനെ ഈ ഒരു വിജയത്തോടു കൂടി ഇന്ത്യ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ഈ ഒരു കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതുവരെ ഇന്ത്യ ICC വേൾഡ് കപ്പിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനലിൽ എത്തിയിട്ടുള്ള ഒരു ആദ്യ ടീമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ ഒരു കപ്പും കൂടെ നേടിക്കഴിഞ്ഞാൽ ഒരു കളിയും തോൽക്കാതെ, ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനൽ കരസ്ഥമാക്കുന്ന ടീം എന്നൊരു ചരിത്രം ഇന്ത്യക്ക് കുറിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.